നമ്മളിന്ന് ബ്ലൗസിലൊരു പഫ് സ്ലീവാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലീവാണ്. ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോൾ വന്നിട്ട് 9.5 ഇഞ്ചാണ്. ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക. 2 ഇഞ്ചിൽ സ്ലീവിൻ്റെ തുടക്കത്തിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നു, ഒരു കോൺ പോലെ യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ലീവ്സൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മെയിൻ ക്ലോത്തിൽ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബാക്കി കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെ വരച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല, ഇതിങ്ങനെ നോച്ചിട്ട് കൊടുത്തേക്കണത് ഇപ്പുറത്തൊന്നും നമുക്കിതുപോലെ ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്കിനി വേണ്ടത്, ഇതിൻ്റെ താഴെ പടി അടിക്കാനായിട്ട് ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ച് വീതിയിൽ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ 2 സ്ലീവിനും വേണ്ടിയിട്ടുള്ള പടി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി ഇതിൻ്റെ സ്ലീവ് കൊടുക്കാനായിട്ട് 15 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് മാച്ച് ചെയ്യുന്ന വേറൊരു ക്ലോത്താണ് നമ്മളിവിടെ പഫായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ നീളം വന്നിട്ട് 15.5 ഉണ്ട്, അത്രയും ലെങ്ത് ഉണ്ട്, വീതി. ഇനി ഇവിടെ നിന്ന് താഴത്തേട്ട് ഇതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളവിടെ 7 ഇഞ്ചിലാണ് കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ച്, 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിത് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. മുകളിലത്തെയും താഴത്തെയും സെൻറ്റർ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ടിത് നിവർത്തിയിടുക. ഇവിടെ നിന്ന് ഞാൻ ഓരോ ഇഞ്ചിലും ഒന്ന് അടയാളപ്പെടുത്തി പോകുന്നത് 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവ് പഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് വെച്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും മാർക്ക് ചെയ്യുക, ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇപ്പുറത്തേക്ക്. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ചെയ്താലാണത് പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ഏകദേശം ഒരളവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് വൃത്തി വരില്ല. സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും ഒരു 5 ഇത് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലേക്കും ഒരു 5 മാർക്കിങ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.